കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
വെള്ളമാണല്ലോ ഇതിൻ്റെ ഉപയോഗിക്കുന്നത്. കൂടുതൽ വെള്ളം എടുത്തിട്ടാണല്ലോ ഒരു ദിവസം 5 ലക്ഷം 6 ലക്ഷം ലിറ്റർ വെള്ളം എടുത്ത് ഉപയോഗിച്ചാലാണ് അത് ഉണ്ടാക്കാൻ പറ്റുക. കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം, നല്ല വെള്ളം, ഭൂഗർഭജലം കിട്ടുന്ന സ്ഥലമാണെന്ന് അവർ ഏരിയ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലമാണ് പ്ലാച്ചിമട. അന്ന് പെരുമാറ്റി എന്നൊക്കെ ഈ പ്ലാച്ചിമട എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവരും ഈ തീർത്ഥാടന കേന്ദ്രം വഴിയാണ്, നമ്മുടെ സമര പ്രവർത്തന പോരാളികളുടെ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള അങ്ങനെ വന്ന ഒരു സമരമാണ്. ചില പഠനങ്ങൾ നടത്തിയപ്പോഴും അവിടുത്തെ ഇതിനൊന്നും മാറ്റം വരാൻ പറ്റില്ല. അവർ ഈ കർഷകർ വേറൊരു ഏറ്റവും വലിയ ഒരു ഇത് ചെയ്യുന്ന വെച്ചാൽ കർഷകർക്ക് ഇത് നല്ല വളമാണെന്നും പറഞ്ഞിട്ട് കൊടുത്ത ഈ മാലിന്യങ്ങളുണ്ട്. അതിൻ്റെ ദുരിതമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്ലാച്ചിമടയിൽ പല രോഗങ്ങളും വന്നു. ഏറ്റവും കൂടുതൽ കർഷക തൊഴിലാളികളും നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. നല്ല രീതിയിൽ കൃഷി, 2 പൂവൽ കൃഷി, അത് പറഞ്ഞാൽ വർഷത്തിൽ 2 തവണ നെൽകൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് പ്ലാച്ചിമട. അത് പറഞ്ഞാൽ ഏറ്റവും നല്ല ശുദ്ധജലം കിട്ടുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു പ്ലാച്ചിമട. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് 2 ജലസംഭരണികളുണ്ട്, മൂലത്തറയും കമ്പാലത്തറയും. അതിൻ്റെ കമ്പാലത്തറയുടെ തൊട്ടടുത്താണ് ഈ പ്ലാച്ചിമട പ്രദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പാലത്തറയിൽ എപ്പോഴും നെൽകൃഷി, അത് പറഞ്ഞാൽ ഒരു 2000-3000 ഏക്കർ നെൽകൃഷിക്ക് വേണ്ടിയുള്ള വെള്ളം ശേഖരിക്കുന്ന സംഭരണിയാണ് ഈ വെങ്കലക്കയം ഏരിയ എന്ന് പറയുന്നത്. അല്ലെ, കമ്പാലത്തറ ഡാമെന്നും അതിന് തൊട്ട് താഴെ വെങ്കലക്കയം ഡാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ അത് 2 സംഭരണികളാണ്. അതുകൊണ്ട് തന്നെ സുഭിക്ഷമായിട്ട് വെള്ളം കിട്ടിയിരുന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് നെൽകൃഷി 2 പൂവൽ നെൽകൃഷി. സാധാരണ ഒരു പൂവൽ നെൽകൃഷി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൂവൽ സാധാരണ കിട്ടില്ല മറ്റു പ്രദേശങ്ങളിൽ. പക്ഷേ പ്ലാച്ചിമടയെ സംബന്ധിച്ചും പ്ലാച്ചിമട, കന്യാകുമാരി, കമ്പലത്തറ, മീനാക്ഷി ആ പ്രദേശത്തൊക്കെ നല്ല സുഭിക്ഷമായ ജലത്തിൻ്റെ ഇതുണ്ടായിരുന്നു. പക്ഷേ തൊട്ടപ്പുറത്ത് മീനാക്ഷിപുരം കടന്നാൽ പിന്നെ തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് സുഭിക്ഷമായിട്ട് ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. കർഷകരും ഒക്കെ വളരെ സൗഹാർദ്ദപരമായി നല്ല രീതിയിൽ ഇരുന്ന ഒരു മേഖലയായിരുന്നു പ്ലാച്ചിമട. ആ പ്ലാച്ചിമടയിൽ 1999 കൊക്കക്കോള ഒരു പ്ലാന്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പെരുമാട്ടി പഞ്ചായത്തിൽ അനുമതിക്കായിട്ട് അത് അപേക്ഷ കൊടുക്കണം. അപ്പോൾ അപേക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ 2000 പെരുമാട്ടി പഞ്ചായത്ത് ഇവർക്ക് ലൈസൻസ് അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ അതിന് ഇപ്പം നിൽക്കുന്ന പ്ലാന്റ് ഉണ്ട്, 34 ഏക്കറോളം വരുന്ന ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇവർ അവിടുത്തെ കർഷകരെ കൊണ്ട് വലിയ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോഹന വാഗ്ദാനങ്ങൾ നൽകി കർഷകരുടെ അതായത് വീടുകളുണ്ടല്ലോ, വീടും കളപ്പാടവും വീടും ഒക്കെ ഇടുന്ന പ്രദേശങ്ങൾ മൊത്തം കുറച്ച് വാങ്ങിക്കൂട്ടി. അവിടുത്തെ പ്രദേശത്തെ ആൾക്കാരെ കൊണ്ട് തന്നെ ഏജന്റുമാരെ വെച്ച് വാങ്ങിച്ചു കൂട്ടിയിട്ട് ഈ ഒക്കെ നെൽകൃഷി ചെയ്തിരുന്ന ഭാഗങ്ങളും പിന്നെ ഈ കടല പോലുള്ള കൃഷികൾ ചെയ്തിരുന്ന ഭാഗമാണ് ഇത്. ഇവർ ഇത് ചെയ്തിട്ട് ആദ്യം പിന്നെ ആ പ്രദേശങ്ങൾ മൊത്തം എന്ത് ചെയ്തു, നിരത്തി. അതൊന്നും കർഷകർക്ക് അറിയില്ല. കർഷകർക്ക് എന്താ വെച്ചാൽ കുറച്ച് നല്ല അവിടുത്തെ പ്രദേശവാസികൾക്ക് തൊഴിൽ കിട്ടും. അപ്പോൾ ഈ കൂലിപ്പണിയേക്കാളും വലിയ പണിയാണല്ലോ ഇതിൽ കിട്ടുമല്ലോ, വലിയ വരുമാനം കിട്ടുമല്ലോ, ശമ്പളം കിട്ടുമല്ലോ ഒക്കെ ഉദ്യോഗസ്ഥ സ്വപ്നം കണ്ടിരുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും ഒക്കെ മക്കൾ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നും എതിരെ പ്രതികരിച്ചില്ല. അവസാനം ഇങ്ങനെ ഇവർ നികത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഇടപെടൽ വെച്ചാൽ ഞാനും നമ്മുടെ മാതൃഭൂമിൻ്റെ അവിടുത്തെ ചിറ്റൂരിലെ സ്ട്രിങ്ങറുണ്ട്, ഞാനിന്ന് മാധ്യമത്തിൻ്റെ ചിറ്റൂരിലെ റിപ്പോർട്ടർ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഈ കമ്പനി വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം വെള്ളമാണല്ലോ ഇതിൻ്റെ ഉപയോഗിക്കുന്നത്. കൂടുതൽ വെള്ളം എടുത്തിട്ടാണല്ലോ
ഒരു ദിവസം 5 ലക്ഷം 6 ലക്ഷം ലിറ്റർ വെള്ളം എടുത്ത് ഉപയോഗിച്ചാലാണ് അത് ഉണ്ടാക്കാൻ പറ്റുക. അത് ഉണ്ടാക്കാൻ പറ്റുമ്പോൾ ഒരു കമ്പനിക്ക് ഇവിടെ എത്ര കാലം നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ കമ്പനി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്ത. അങ്ങനെയാണ് നമ്മളും ആ പിന്നെ നമ്മുടെ മാതൃഭൂമിയിലെ അവിടുത്തെ പ്രാദേശിക റിപ്പോർട്ടറും തമ്മിൽ അത് പോയി അന്വേഷിക്കാൻ ഞങ്ങൾ പോയതാണ്. ഞങ്ങളവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ ഇവർ ഈ വീടൊക്കെ JCB വെച്ച് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നികത്തുന്ന സമയത്ത് അവിടെ ഒരാളെ പോലും, എന്നുവെച്ചാൽ പ്രാദേശികമായ ആരെയും, അതുപോലെ നമ്മളെപ്പോലെ ഒരാളെയും അവർ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടില്ലായിരുന്നു. അറിയാം. ഞങ്ങളതുപോലെ പോയി, ഞങ്ങളതിൻ്റെ പിൻഭാഗത്ത്, അതായത് കമ്പനിയുടെ പിൻഭാഗത്ത് റോഡുണ്ട്. ആ റോഡ് അങ്ങനെ പോയിട്ട് അവിടെ വരുന്ന നമ്മൾ റോഡിൽ പോയി അവിടെ പോയി ഇങ്ങനെ നോക്കി അതിന് നികത്താൻ വേണ്ടി പടമൊക്കെ എടുത്ത് ഞങ്ങൾ നികത്തൊന്ന് കൃഷിഭൂമി നികത്തുകയാണല്ലോ. കൃഷിഭൂമി നികത്താലും നമുക്ക് പറയാൻ പറ്റുള്ളൂ, നാളെ അത് പ്ലാന്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നികത്തുന്ന സമയത്ത് കൃഷിഭൂമി നികത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇത് ചെയ്യാൻ വേണ്ടി, വാർത്ത ചെയ്യാൻ വേണ്ടി പോയതാണ്. പോയപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ പോയതിനുള്ളിൽ അപ്പോൾ അതിൻ്റെ വേലി നല്ല മുള്ളുകൊണ്ടുള്ള വേലിയായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മളത് അതിന് മറ്റേ ഉള്ളിൽ കയറി ഫോട്ടോ എടുത്തു. എൻ്റെ അടുത്ത് തന്നെ ക്യാമറ, ഞാൻ ഫോട്ടോ എടുത്തു. 2-3 ഫോട്ടോ എടുത്തപ്പോൾ അവരുടെ ഗുണ്ടകൾ വന്നിട്ട് തടഞ്ഞു. എന്തിനാ ഫോട്ടോ എടുക്കുന്നത് ചോദിച്ചു. നിങ്ങൾ നികത്തുകയല്ലേ, കൃഷി നികത്തുകയല്ലേ, അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിയ ഭൂമിയാണ്, നമ്മൾ കൃഷിക്കാരുടെ ഭൂമിയല്ലേ ഇത്, നിങ്ങൾ വാങ്ങിയത് നമുക്കറിയില്ലല്ലോ, അത് കൃഷിഭൂമി നികത്തുന്നു എന്നാണ് നമ്മുടെ സംഭവം. അപ്പോൾ അത് പറഞ്ഞു അത് ഞങ്ങളുടെ പെർമിഷനിൽ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വലിയ പ്രശ്നമായി. പിന്നെ കയ്യാങ്കളിയൊക്കെ നടന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് മെല്ലെ അവിടുത്തെ 1-2 കർഷകരൊക്കെ ഇടപെട്ടിട്ട് പ്രശ്നം സോൾവ് ചെയ്തതല്ല, ഞങ്ങളെ പിരിച്ച് മെല്ലെ പുറത്താക്കിയിട്ട് ഞങ്ങളിങ്ങോട്ട് വരികയും ചെയ്തു. അങ്ങനെ പോയി നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വാർത്ത കൊടുത്തു, ഇങ്ങനെ കൊക്കക്കോളയുടെ ഭൂമി നികത്തുന്നു, കൃഷി സ്ഥലം മുഴുവൻ നികത്തി ഇതാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുത്തു. അന്ന് മാധ്യമത്തിൽ മാത്രമേ വാർത്ത വന്നുള്ളൂ, മാതൃഭൂമി വാർത്ത വന്നില്ല. മാതൃഭൂമിയിൽ അന്ന് വന്നില്ല. അന്ന് അയാൾ PDCB നല്ല റിപ്പോർട്ടറായിരുന്നു. പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞാനും പുള്ളി കൂടി ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് പോയത്. പക്ഷെ അന്ന് അവരുടെ നിലപാട് അറിയാമല്ലോ, മാതൃഭൂമിൻ്റെ നിലപാടും ഈ മറ്റ് എല്ലാ മാധ്യമങ്ങളിലെ നിലപാട് കൊക്കക്കോളയുടെ പരസ്യമാണ്. അന്ന് കൊക്കക്കോള തിളങ്ങി നിൽക്കുന്ന സമയമാണ്. കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം, നല്ല വെള്ളം, ഭൂഗർഭജലം കിട്ടുന്ന സ്ഥലമാണെന്ന് അവർ ഏരിയൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലമാണ് പ്ലാച്ചിമട. ഈ പ്ലാച്ചിമടയിൽ അവർ ഇങ്ങനെ വന്നു. അപ്പം അങ്ങനെയാണ് അവർ ഇവിടെ വന്ന് ഇത് ചെയ്യാൻ വേണ്ടി, വെള്ളം എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഏർപ്പാടാക്കിയിട്ട് അങ്ങനെയാണ് ഇത് നമ്മളെ ആദ്യമായിട്ട് നമ്മൾ ഇടപെടുന്ന സംഭവം അങ്ങനെയാണ്. അപ്പോൾ ആ ഇടപെടൽ വാർത്ത വന്നു. അത് ആദ്യമായിട്ടൊരു വാർത്ത വരുന്നത് മാധ്യമത്തിലാണ്. ഇതിന് കൊക്കക്കോളയെ സംബന്ധിച്ചുള്ള ആദ്യമായിട്ടൊരു വാർത്ത വരുന്നത് മാധ്യമത്തിലാണ്. അപ്പോൾ അന്ന് ഞാൻ മാധ്യമത്തിൻ്റെ ചിറ്റൂർ താലൂക്ക് റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ അത് അവർക്കൊരു മാധ്യമത്തിൻ്റെ ഒരു നിലപാടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റ് പത്രങ്ങളെ പോലെ ആയിരുന്നില്ല മാധ്യമത്തിന്, അങ്ങനെ ഒരു നിലപാട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഈ കൊക്കക്കോള കമ്പനി വരുന്നതിൻ്റെ ഒരു 6-7 കിലോമീറ്റർ ഇതിൽ തന്നെ പെരുമാട്ടി പഞ്ചായത്തിൽ തന്നെ അതിൻ്റെ ലാസ്റ്റ് വാർഡിൽ ആണ് എൻ്റെ വീട്. അപ്പോൾ അത് പ്ലാച്ചിമടയ്ക്ക് മാത്രമല്ല, കുറേ കാലങ്ങളിൽ വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പ്രദേശത്തും ഇതുപോലെ ജലക്ഷാമം ഉണ്ടാകുമല്ലോ. ഇവർ സ്ഥിരമായി വെള്ളം എടുക്കുകയാണ്. വെള്ളമുള്ള ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുക. അപ്പോൾ വേറൊരു സംഭവം ആയതുകൊണ്ട് വേറെ ഒന്നുമല്ല, കാർഷിക കൃഷിയൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഉണ്ടായിരുന്ന എനിക്ക് പിന്നെ കുറേ കാര്യങ്ങളങ്ങനെ പഠിച്ച് അന്ന് പിന്നെ ഈ നമ്മുടെ ഇതൊന്നും അത്ര ഗൂഗിളൊന്നും അത്ര പ്രാബല്യത ഇല്ലാത്ത കാലത്താണ്. അപ്പോൾ അങ്ങനെ ഇത് ചെയ്തു. അപ്പോൾ നമ്മൾ വാർത്ത ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ തുടക്കം ഈ സമരത്തിൽ. പക്ഷെ അന്നൊന്നും നമ്മുടെ അവിടുത്തെ പ്രദേശത്തെ ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇത് കമ്പനി ഇങ്ങനെ ഒരു 2001 പകുതിയാകുമ്പോഴേക്കും കമ്പനി പ്രവർത്തിച്ചു തുടങ്ങി. ആദ്യം ട്രയലടിച്ചു, പിന്നെ പ്രവർത്തിച്ചു തുടങ്ങി ഒരു 6 മാസം 7 മാസമൊക്കെ 8 മാസമൊക്കെ ആയപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഈ വെള്ളം താന്നു, സാധാ തുറന്ന കിണറുകളിലെയും മറ്റു കുഴൽക്കിണറിലും വെള്ളം താന്നുകൊണ്ടിരുന്നു. അപ്പോൾ അത്രയും നിറയെ ജലസമ്പത്തുണ്ടായിരുന്ന പ്ലാച്ചിമടയിൽ വെള്ളം 6-7 മാസം കൊണ്ട് തന്നെ ഇവരുടെ ദിവസത്തെ വെള്ളം ഊറ്റല് പോലെ തന്നെ വെള്ളം താന്നുകൊണ്ടിരുന്നു. അപ്പോൾ താന്നപ്പോൾ എന്താ ചെയ്തത്, അവർ ഈ ജനം താന്നപ്പോൾ ജനങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നു. പിന്നെ ചില കിണറുകളിൽ ഉള്ള വെള്ളം അവർക്ക് രുചി വ്യത്യാസമാണ്. അങ്ങനെ മാത്രമല്ല, നമ്മുടെ സാധാ വെള്ളത്തിൻ്റെ ഒരു കളർ മാറിയിട്ട് ഈ നമ്മളെന്തെങ്കിലും പരിപ്പൊക്കെ വേവിച്ച് അങ്ങനെ വരുന്ന ഒരു പത വരുന്നില്ല, സോപ്പ് പതയിട്ട് കഴുകിയ പോലെ ഉണ്ടാവും. ചോറൊക്കെ വെക്കുന്ന പാത്രത്തിൽ പരിപ്പൊക്കെ ഇട്ട് വെക്കുമ്പോൾ അത് അങ്ങനെയായി പതഞ്ഞ് വരുന്നത്, അങ്ങനെയുള്ള സംഭവമായി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് മാത്രമല്ല,
ആ സമയത്തൊക്കെ ഈ പ്രായമായ ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെ ഈ ഭയങ്കര തലവേദന ഉണ്ടായി. പിന്നെ അതുപോലെ ഛർദി, ഇടയ്ക്കിടയ്ക്ക് ഛർദി, അങ്ങനെ കുറേ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ സാധാരണ വരിക എന്നുള്ള രീതിയിൽ തന്നെ അവർ വെച്ചാൽ എല്ലാം സഹിക്കാൻ പറ്റുന്ന ആദിവാസി സമൂഹവും ഒന്നാമത് അവിടുത്തെ ദളിത് ആദിവാസി സമൂഹമാണ് കൂടുതലുള്ളത്. അവർക്ക് ഇതൊക്കെ ഒരു ഇത് വരുന്നു എന്നുള്ളതിലാണ്. പിന്നെ അങ്ങനെ കുറേ ഇതാക്കിയപ്പോഴുണ്ട് വലിയ ഒരു സംഭവം, ഇത് അപകടത്തിലേക്കാണ് പോകണമെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇവർക്ക് ഈ മഴക്കാലത്ത് നിറയെ കിണറിൽ വെള്ളം കിട്ടും. പക്ഷെ മഴ കഴിഞ്ഞ് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അത് കഠിനമായ ഒരു വാട്ടറായി മാറി. അപ്പോൾ അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റാതെ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് DMOൻ്റെ പരിശോധന നടത്തിയപ്പോൾ പാലക്കാട് DMO ഒക്കെ പരിശോധന നടത്തിയപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവർ ആദ്യത്തെ റിപ്പോർട്ട് വന്നത്. ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഉപയോഗിച്ചാൽ വലിയ മരണമടക്കമുള്ള സംഭവങ്ങൾ സംഭവിക്കാൻ അന്ന് ആദ്യത്തെ റിപ്പോർട്ടിലൊക്കെ. പിന്നെ അവർ തിരുത്തി, ഈ റിപ്പോർട്ടൊക്കെ പലരും തിരുത്തി, അതൊക്കെ ഇടപെടലൊക്കെ വന്നപ്പോൾ തിരുത്തി. അങ്ങനെയാണ് 2002 ഈ ഭൗമദിനത്തിൽ സമരം വളയോടി വേണുഗോപാലും മൈലമ്മയെ പോലുള്ള ആളുകളുടെ നേതൃത്വത്താണ് ഈ സമരം തുടങ്ങുന്നത്. അന്ന് തുടങ്ങിയത് കമ്പനി ഉപരോധവും റോഡ് ഉപരോധവും ഇതുണ്ടല്ലോ, കമ്പനിക്കെതിരെയുള്ള സമരമായിരുന്നു. കുടങ്ങളൊക്കെ കമ്പനി വെച്ചിട്ടുള്ളൊരു സമരം. അങ്ങനെയാണ് ആ സമരം തുടങ്ങുന്നത്. സമരം പിന്നെ അത് കഴിഞ്ഞു. പിന്നെ അത് നിർത്താതെ സമരമായി. പിന്നെ സമരം അങ്ങനെ തുടർന്നു. പിന്നെ കുടിൽകെട്ടി സമരമായി. 50 ദിവസം വരെ ഇന്ത്യയിലെ ഒരു മാധ്യമം പത്രം ഒഴിച്ച് ഒരു മാധ്യമവും കൊക്കക്കോള സമരത്തെക്കുറിച്ച് ഒരു തുണ്ട് വാർത്ത പോലും കൊടുത്തില്ല. അന്ന് എൻ്റെ പണി എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ എനിക്ക് നേരെ കൊക്കക്കോള സമരപ്പം തല്ലിപ്പോയി. അവിടെ ഇപ്പോൾ എന്തെങ്കിലും എപ്പോഴും പരിപാടികളുണ്ടാവും, പല ആൾക്കാരും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ എപ്പോഴും സമരം ഉണ്ടാകും. അങ്ങനെ കുടിൽകെട്ടി സമരമൊക്കെ പിന്നെ അങ്ങനെ പോയി. ഈ 50 ദിവസം വരെ നമ്മൾ മാധ്യമം മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. 50ാമത്തെ ദിവസം മുതൽ സമരത്തിന് വളരെ ശക്തമായ ഒരു മൂവ്മെൻറ്റായി മാറി. എന്താ വെച്ചാൽ കേരളത്തിലും ഇന്ത്യയിലും പല ഭാഗത്തുനിന്നുള്ള ആക്ടിവിസ്റ്റുകൾ വന്നു. ഇവിടുത്തെ ഒരു സന്നദ്ധ സംഘടനകളുടെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടായി. അവരൊക്കെ കൂടി സമരം ഒന്ന് ശക്തപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഐക്യദാർഢ്യ സമിതി ഉണ്ടായി. ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിലാണ് പിന്നെ സമരങ്ങൾ. അവിടെ കൊക്കക്കോള വിരുദ്ധ സമരസമിതി ഉണ്ട്. അത് വളയോടി വേണുഗോപാൽ ചെയർമാനും മറ്റുള്ള അവിടെ ഒരു ആദിവാസി അതായിട്ടുള്ള കൺവീനറായിട്ടുള്ളൊരു ഇതാണ് നടന്നത്. അന്ന് പിന്നെ അങ്ങനെ സമരം പിന്നെ ഒരു ഇതിലേക്ക് വരികയാണ്. പിന്നെ മേധ പോലുള്ള വന്ദന ശിവ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വരുന്നു. അതുപോലെ വിദേശ സർവകലാശാലകളിൽ നിന്ന് പിന്നെ പഠിക്കാൻ, ഈ വാച്ചിമട സമരത്തെക്കുറിച്ച് പഠിക്കാൻ. എന്ന് വെച്ചാൽ ഈ കൊക്കക്കോളയ്ക്കെതിരെ ഒരു ആദ്യ സമരമാണ്, കൊക്കക്കോളയെ ഇത് ചെയ്ത സമരമാണ്. അപ്പോൾ ഈ സമരം ശക്തമായതോടുകൂടി പിന്നെ പെരുമാട്ടി പഞ്ചായത്ത് ഇതിന് ലൈസൻസ് പിൻവലിക്കാൻ വേണ്ട ഒരു നീക്കമാണ് നടത്തിയത്. അപ്പോൾ അവർ ലൈസൻസ് പിൻവലിക്കാൻ വേണ്ടി കൊടുത്തു. അതിനെതിരെ പിന്നെ ഇവർ കോടതി പോയി, കൊക്കക്കോള ഹൈക്കോടതി പോയപ്പോൾ പിന്നെ ഇവർക്ക് ലൈസൻസ് പിൻവലിക്കാനുള്ള ഇതിലെന്ന് വെച്ചാൽ ഇത് ഗ്രീൻ ഇതിലൂടെ വന്നതാണ് സർക്കാരിൻ്റെ. അന്ന് നയനാർ സർക്കാരാണ്, പിന്നെ സുശീല ഗോപാലിനാണ് അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി. അവരുടെ ഇതിൽ വന്നതുകൊണ്ട് ഇവർ വിളിച്ചു വരുത്തിയതാണല്ലോ. അപ്പോൾ അല്ലാതെ അവർ ഇത് വെച്ചിട്ട് ചെയ്തതല്ല. അപ്പോൾ ഇതൊരു വലിയ വ്യവസായം വരുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യവസായ സൗഹൃദം ഉണ്ടാകുമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്തതാണത്. അവർക്ക് അറിയാത്തതിൻ്റെ കുഴപ്പമാണത്. അപ്പം അങ്ങനെ വന്ന് പിന്നെ അത് വലിയ പ്രശ്നം ഇതിലേക്ക്, പിന്നെ അത് ഭയങ്കര സമരമായി. കൊക്കക്കോള പിന്നെ കടകളിൽ നിന്ന് മുഴുവൻ ബോട്ടിലൊക്കെ അടിച്ചു പൊളിച്ച് കേരളത്തിലെ എല്ലാ ഭാഗത്തും സമരസമിതി, ഐക്യദാർഢ്യ സമിതിയൊക്കെ ചേർന്ന് നിന്നിട്ട് സമരം നടത്തി. അത് അടിച്ചു. കൊക്കക്കോള പിന്നെ വിൽക്കുന്ന കടകൾ തല്ലിപ്പൊളിച്ചു. അങ്ങനെ വലിയ ഒരു വിവാദമായി. പിന്നെ കൊക്കക്കോള കമ്പനിയുടെ ഉള്ളിലേക്ക് സമരമായി. അങ്ങനെയൊക്കെ ഒരുപാട് സമരങ്ങളായപ്പോൾ പിന്നെ ഈ കോടതി പറഞ്ഞു, പിന്നെ ഇത് നിങ്ങൾക്ക് ഭൂഗർഭ ജലം എടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, അവർക്ക് പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് പ്രവർത്തിക്കാം എന്നാണ് കോടതിയുടെ ഇതിലായിരുന്നത്. അവർക്ക് പ്രവർത്തിക്കാം, പക്ഷേ ഇത് ചെയ്യാൻ പറ്റില്ല. മറ്റേ അവർക്ക് ഭൂഗർഭ ജലം എടുക്കാതെ പ്രവർത്തിച്ചോളാൻ പറഞ്ഞിട്ടുള്ള ഒരു കോടതി വിധിയാണ് വന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ എത്ര ജലവും പുറത്തുനിന്നും കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വെള്ളം പല ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന ജലം സമരക്കാർ മുഴുവൻ തടഞ്ഞു. പല ഭാഗത്തും രാത്രിയും പകലുമൊക്കെ ഇരുന്ന് അതൊരു സമര പോരാട്ടമായിരുന്നു. ഒരു ഗാന്ധിയൻ രീതിയിൽ ഒരു വലിയ ഇതൊന്നുമില്ലാതെ സമര പോരാട്ടത്തിൻ്റെ ഒരു ഇതിലാണ്. സ്ത്രീകളും കുട്ടികളും മക്കളൊക്കെ അത് വെച്ചാൽ പിന്നെ ഇവർ വെള്ളമൊക്കെ കൊണ്ട് 3-4 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് അവർക്ക് ശുദ്ധജലം കിട്ടുമായിരുന്നു.
പട്ടഞ്ചേരി പഞ്ചായത്തിലും മറ്റേ കോളനികൾ പല ഭാഗത്തും പോയിട്ടാണ് അവർ വെള്ളം ശേഖരിച്ചു വന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് കുടിവെള്ളം ലോറിയിൽ ചെയ്തു. പക്ഷെ അതുകൊണ്ടൊക്കെ അതിനൊക്കെ ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെ വെള്ളം പിടിക്കാൻ വേണ്ടിയാണ്. വെള്ളം ഏത് സമയത്ത് വരുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പിള്ളേർ പഠനമൊക്കെ ഇല്ലാതെ ഇവിടെ രാവിലെ പോയി കാത്തിരിക്കുക. അങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ചതാണ്. പക്ഷെ നമ്മളിന്ന് കാണുന്ന പോലെയുള്ള അവിടുത്തെ ഒരു ശുഷ്കമായ ഒരു സമരത്തിൻ്റെ മുഖമായിരുന്നില്ല അന്ന് പെരുമാറ്റി എന്നൊക്കെ ഈ പ്ലാച്ചിമട എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവരും ഈ തീർത്ഥാടന കേന്ദ്രം പോലെയാണ്. നമ്മുടെ സമര പ്രവർത്തന പോരാളികളുടെ തീർത്ഥാടന കേന്ദ്രം ആയിട്ടുള്ള അങ്ങനെ വന്ന ഒരു സമരമാണ്. പിന്നെ ഇങ്ങനെ 50-ാം ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ നമ്മുടെ മുഖ്യധാര പത്രങ്ങൾക്ക് ബോധം വന്നത്. എന്താ വെച്ചാൽ ഇത് സമരം ശക്തമാണ്, പിന്നെ പല ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ വന്നു. അങ്ങനെയാണ് ഇത് മാതൃഭൂമി ആദ്യം ഇടപെട്ടു, പിന്നെ മറ്റ് ചെറിയ പത്രങ്ങളൊക്കെ ഇടപെട്ടു. പിന്നെ എന്നിട്ടും മനോരമ അതുപോലെ അത്ര ഇതായിട്ട് വന്നില്ല. പിന്നെ മാതൃഭൂമി ഇടപെട്ടപ്പോൾ ഉടനെ തന്നെ പിന്നെ ഈ മറ്റേ പെരുമാടി പഞ്ചായത്ത് ഭരിക്കുന്ന വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയാണ്, ജനതാദളല്ല. വീരേന്ദ്രകുമാർ ഈ സമര ഇവരുടെ വളയോടിയുടെയും അവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് പോയി വീരേന്ദ്രകുമാരെ കാണുകയും അത് ഈ പഞ്ചായത്ത് ഇവർക്ക് ഇവിടെ മാത്രമേ കേരളത്തിൽ ഇവിടെ മാത്രമേ ഭരണമുള്ളൂ പഞ്ചായത്തുള്ളൂ. അപ്പോൾ അവരൊരു സമ്മർദ്ദം ചെലുത്തി കെ കൃഷ്ണൻകുട്ടി അന്ന് മന്ത്രിയൊന്നുമല്ല, കൃഷ്ണൻകുട്ടിയുടെ വെറുതെ അപ്പോൾ അവർ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അന്ന് ഈ സമരത്തിൽ മറ്റേ ഇത് അപ്പോഴാണ് ഇവർ പിന്നെ ലൈസൻസ് പിൻവലിക്കാനുള്ള നീക്കം നടത്തിയത്. അപ്പോൾ അത് വനിതാത്ത ഒരു പൊതുയോഗത്തിൽ വെച്ചിട്ട് വീരേന്ദ്രകുമാർ പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പ്രശ്നമില്ല, ഞങ്ങൾക്ക് തൊഴിലല്ല പ്രശ്നം, ജനങ്ങൾ ഇവിടുത്തെ ജലം. അപ്പോൾ അയാൾ ഒരുപാട് അന്ന് വീരേന്ദ്രകുമാർ ഇതിനെക്കുറിച്ചും ഈ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ വലിയ ബുക്ക് എഴുതിയ മനുഷ്യനാണ്. ബുക്ക് എഴുതി ഘോരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നിട്ട് പോലും അയാൾ തുടക്കത്തിൽ നിന്ന് ഇതിനൊന്നും എതിരായിരുന്നില്ല. പിന്നെ ഈ കൃഷ്ണൻകുട്ടിയുടെ കൃഷ്ണൻകുട്ടിയേട്ടനും അതിന് പിന്നെ ഇടയ്ക്ക് ഇതിനു വേണ്ടി വെള്ളം കൊടുത്തു കമ്പനിക്ക്. എന്ന് വെച്ചാൽ കമ്പനിക്ക് വേറെ പ്രവർത്തിക്കാൻ വഴിയില്ല എന്ന് കണ്ടപ്പോൾ അതിന് നിലനിർത്തണമല്ലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ആകെയുടെ തൊഴിൽ കിട്ടിയത് 100-110 പേർക്കാണ്. അത് കുറച്ച് പേര് മുഴുവൻ അവിടുത്തെ തൊഴിലാളികളായിട്ട് കുറച്ച് അവിടുത്തെ ലോക്കൽ പേര് ബാക്കിയൊക്കെ പുറത്തുള്ള ആൾക്കാർക്കാണ് തൊഴിൽ കിട്ടിയത്. അപ്പോൾ അങ്ങനെ വരുന്ന ഈ സമരം പിന്നെ അങ്ങനെ പിടിച്ച് ഇപ്പോൾ 23-24 വർഷമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് ഈ സമരം ഇങ്ങനെ സമരം ഇങ്ങനെ ഒരു സമരം ഇതായത് കൊണ്ടല്ല. ഇത് പലപ്പോഴും ഇവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഞാൻ അതിന് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇവരുടെ എല്ലാ കാര്യത്തിലും നമുക്ക് ഇടപെടുന്നുണ്ട്, ഇത് ചെയ്ത്. പക്ഷേ ഇപ്പോൾ വലിയ കഷ്ടമാണ് അവിടുത്തെ അവസ്ഥ. അപ്പോഴത്തെ നമ്മളെ ജനങ്ങൾ സമരം അവിടുത്തെ ഒരു പേരിനൊരു സമരം നടക്കുന്നു എങ്കിലും അവിടെ ഇപ്പോഴും അവർക്ക് ദുരിതം തീരുന്നില്ല. ഇപ്പോഴും വെള്ളമൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് കുന്നങ്കാട്ട് പതിയിൽ നിന്നുള്ള ശുദ്ധജലം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പൈസ അവർ കൊടുത്തിട്ടാണ്. അപ്പോൾ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന അവർക്ക് ഇതിന് വെള്ളത്തിന് ഒരു മാസം നല്ലൊരു പൈസ വരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു അവസ്ഥ. എന്തിനാണ് അവർ അവർക്ക് ഇതിന് ഇത് കിട്ടിയില്ല. പിന്നെ കൃഷി ഇറക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കൃഷി ഇറക്കിയാൽ അവിടെ ഒന്നും കിട്ടില്ല. അവിടെ ഇപ്പം നെൽകൃഷിയായിരുന്നു അവർ ആദ്യത്തെ. പിന്നെ അത് കഴിഞ്ഞാൽ കടല പോലുള്ള പച്ചക്കറി പോലുള്ള കൃഷികളായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പല കർഷകരും അതിൽ നിന്ന് പിന്മാറി. ആ സ്ഥലം മുഴുവൻ തരിച്ചിട്ടില്ല. അത് ഇപ്പോൾ പിന്നെ ഇപ്പോഴും പഴയ പോലെ ഒന്നും ഈ 10-20 വർഷം കഴിഞ്ഞ് പിന്നെയും ചില പഠനങ്ങൾ നടത്തിയപ്പോഴും അവിടുത്തെ ഇതിനൊന്നും മാറ്റം വരാൻ പറ്റില്ല. അവർ ഈ കർഷകർ വേറൊരു ഏറ്റവും വലിയ ഇത് ചെയ്തെന്ന് വെച്ചാൽ കർഷകർക്ക് ഇത് നല്ല വളമാണെന്നും പറഞ്ഞിട്ട് കൊടുത്ത ഈ മാലിന്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ദുരിതമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്ലാച്ചിമടയിൽ പല രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടുള്ള ഇത് ചെയ്ത് ആളുകൾക്ക് അതിൻ്റെ ഇതായിട്ടുള്ള ആൾക്കാർക്ക് അതൊരു വലിയ ദുരന്തമാണ്. പിന്നെ 216.26 കോടി രൂപയുടെ ധനസഹായം, അത് എന്തടിസ്ഥാനത്തിലാണ് ധനസഹായം എന്നൊക്കെ പിന്നീടാണ്. പക്ഷെ അന്ന് പിന്നെ നമ്മുടെ അച്യുതാനന്ദ സർക്കാരിൻ്റെ അവസാന സമയമാണത്. ആ സമയത്ത് ഡെപ്യൂട്ടി ചീഫ് സെക്രട്ടറി ആയിരുന്നു നമ്മുടെ ജയകുമാർ സാറ്. അത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് ആ സാധനം നല്ല രീതിയിൽ ജനങ്ങളെ കൊണ്ട് എല്ലാ അവിടുത്തെ കർഷകർ അഫക്റ്റഡ് ആയിട്ടുള്ള ജനങ്ങളെ വിളിച്ചു വരുത്തി എല്ലാവരെ കൊണ്ടും 360ഓളം പേരെ കൊണ്ട് തെളിവെടുപ്പ് നടത്തി. ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് വെച്ചത്. പക്ഷെ അത് ഇതുവരെ മറ്റേ കേന്ദ്രത്തിൽ കൊടുത്തു. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരത്തിൻ്റെ ഭാര്യയാണ് കൊക്കക്കോളൻ്റെ പിന്നെ അഡ്വക്കേറ്റ്. ചിദംബരത്തിൻ്റെ ഭാര്യയാണ് കൊക്കക്കോളൻ്റെ പിന്നെ നിയമ ഉപദേഷ്ടാവ്. അപ്പോൾ അങ്ങനെ അന്ന് അദ്ദേഹം ഇതിൻ്റെ പിന്നെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ. അപ്പോൾ അദ്ദേഹം മറ്റ് 4 വകുപ്പുകളിലും പോയിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണമല്ലോ. ഈ
നിയമം ആണെങ്കിൽ ഒരു ഇത് വേണമല്ലോ സാധനം. അപ്പോൾ അതിന് ഇത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് അത് തട്ടിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഭരണം പോയി. പിന്നെ BJP ഭരണം വന്നു. BJP ഭരണത്തിലും ഇത് തന്നെയാണ് വെച്ചാൽ അവർ കൊടുത്തു. അത് ഇനി തീരുമാനിക്കുന്നത് നമ്മളല്ല, ഗ്രീൻ ട്രിബ്യൂണലിൽ നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഗ്രീൻ ട്രിബ്യൂണൽ അതിന് ശേഷം വന്നതാണ്. ഈ സമരത്തിന് മുമ്പ് വന്നതല്ല, ഈ സമരത്തിന് ശേഷമാണ് ഗ്രീൻ ട്രിബ്യൂണൽ ഇവിടെ ഇന്ത്യയിൽ വന്നത്. അപ്പോൾ അതിനുശേഷം അവർക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, ഇതിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരും കൈയൊഴിഞ്ഞു. ഇപ്പോൾ എന്നിട്ട് പിന്നെ അതങ്ങനെ പോട്ടെ പറഞ്ഞ് നമുക്ക് കുറേ നിയമ ഭേദഗതി വരുത്തി നമ്മുടെ അസംബ്ലിയിൽ നിയമ ഭേദഗതി വരുത്തി ചെയ്യാൻ പറ്റുന്ന അവരെ കൊണ്ടിന് സഹായം നഷ്ടപരിഹാരം കുറേയെങ്കിലും വാങ്ങി കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇവിടെ അത് അസംബ്ലിയിൽ പാസ്സാക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് പാസ്സാക്കിയതാണ് അങ്ങോട്ട് അയച്ചത്. പിന്നെ അവസാനം ഭരണം മാറി വന്നു, പിണറായി വിജയൻ വന്നു. അപ്പോൾ അവരുടെ അവകാശ പത്രികയിൽ ഇതാണ് ഒരു വിഷയമായിരുന്നത്. പക്ഷെ അവർ ഈ 2 തവണ മാറിയിട്ടും മാറി വന്നിട്ട് ഇത് വെച്ചിട്ട് ഒന്നാമത്തെ സമരം ഒരു കത്തി നിൽക്കുന്ന സമയത്ത്, ഒരു ഇതായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഇത് വരുന്നത്, ഭരണ സംവിധാനം മാറി വരുന്നത്. എന്നിട്ടും അവർ പറഞ്ഞത് അതുപോലെ ഒന്നുമില്ല. പിന്നെ ഈ സമരം ഇവിടെ നടന്നു. നമ്മുടെ കളക്ട്രേറ്റിൽ പിണറായിൻ്റെ വാക്ക് പാലിച്ചിട്ടില്ല പറഞ്ഞാൽ അവസാന വർഷം ഫസ്റ്റ് മന്ത്രിസഭയുടെ അവസാന കാലങ്ങളിൽ ഇവിടെ 10-50 ദിവസം കളക്ട്രേറ്റ് പഠിക്കൽ സമരം നടത്തി. പിന്നെ ഇവർ ചർച്ചയ്ക്ക് വിളിച്ചു. ബാലൻ മന്ത്രി ആയിരുന്ന സമയത്ത് അവർക്ക് ചർച്ചയ്ക്ക് വിളിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു ഒരു 3 മാസം സമയം വേണം, നമുക്കത് പഠിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3 മാസമല്ല, പിന്നെ 3 വർഷം കഴിഞ്ഞു. ഇന്നിപ്പോൾ 9 കഴിഞ്ഞു. ഇപ്പോൾ 9ാമത്തെ വർഷമായി. ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. ഇതുവരെ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പ്ലാച്ചിമട സന്ദർശിച്ചിട്ടില്ല. ബാക്കി എല്ലാ മുഖ്യമന്ത്രിമാരും നേതാക്കന്മാരും പ്ലാച്ചിമടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ സമരമൊക്കെ വളരെ ശക്തമായപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വന്നു. അതുവരെ ആദ്യം തുടക്കകാലത്തിൽ ഉണ്ടായിരുന്ന ഏക പാർട്ടി CPI ആണ്. CPI അന്നും ഇന്നും ഒരേ നിലപാടാണ്. സമരത്തിന് അന്ന് നിന്നു, മറ്റ് അതുപോലെ നിന്നു. ഇപ്പോഴും അവരുടെ നിലപാട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് DYFയും CPM ഒക്കെ സമരത്തിന് അച്യുതാനന്ദനൊക്കെ വന്നു. പിന്നെ വലിയ ലോക ജലസമ്മേളനമൊക്കെ മാതൃഭൂമി മുൻകൈയെടുത്ത് നടത്തിയല്ലോ. സമരം നടത്തിയപ്പോൾ പല ആൾക്കാരും കൊണ്ടുവന്നു, ഇവിടെ പ്രസംഗിച്ചു, ഇതൊക്കെ പോയി. പക്ഷെ എല്ലാം പോയിട്ടും പ്ലാച്ചിമടക്കാർ ഇപ്പോഴും അവരുടെ ജീവിതം ദുരിതത്തിൽ നിന്നാണെന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷെ ഇനി ഇതുകൊണ്ടൊന്നും 1 വർഷം കൊണ്ടൊന്നും ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ അടുത്ത സർക്കാർ വരുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഈ മാറ്റം വരുമെന്നൊന്നും അറിയില്ല. പക്ഷേ അവർക്ക് ഇന്നും ദുരിതം തന്നെയാണ്. പക്ഷേ ഇത് ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ട്രാജഡിയാണ് പ്ലാച്ചിമട സമരം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ അവർ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷെ അവരൊക്കെ എന്താ വെച്ചാൽ ഇതിൽ നിന്ന് പിടിക്കാനും പറ്റില്ല. അവർ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്ന് പുറത്ത് വരാനും പറ്റാത്തൊരവസ്ഥയാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഭരണകൂട ഭീകരതയുടെ ഒരു വലിയ ചിത്രമാണ് ഇപ്പോൾ പ്ലാച്ചിമട നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതുവരെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയ, ഞാൻ പഠിച്ചിട്ടുള്ള വിഷയങ്ങൾ. ഇതിനിടയിൽ തന്നെ ഒരു 200ഓളം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ റിപ്പോർട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ എന്ത് റിപ്പോർട്ട് വന്നാലും ഈ ഭരണകൂടത്തിൻ്റെ ഒരു നിലപാട് വിചിത്രമായൊരു നിലപാടാണ് ഇപ്പോഴും. പ്ലാച്ചിമടയെ സംബന്ധിച്ച് മിണ്ടുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ഏപ്രിൽ 22 കഴിഞ്ഞല്ലോ, അവിടെ അവരൊരു സമരസമിതിയിൽ സമരം നടത്തിയതിനപ്പുറം വേറെ ഒന്നും അവിടെ നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും വലിയ രസകരമായ സംഭവം എന്താ വെച്ചാൽ, ആ സാധനം കൊക്കക്കോളയ്ക്ക് ഒരു ഇതുണ്ടല്ലോ, കൊക്കക്കോളിൻ്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമായതുകൊണ്ട് അത് അവിടെ പൂട്ടിപ്പോയി എന്ന് പറയാൻ, പൂർണ്ണമായും പൂട്ടിപ്പോയി അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കില്ല എന്നുള്ള അറിയാതെ തന്നെ സർക്കാരിന് ഈ സ്ഥലം കൈമാറിയിട്ട് അവിടെ എന്തെങ്കിലും കാർഷിക മേഖല എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സർക്കാരിലേക്ക് സ്ഥലം കൈമാറി. സർക്കാരിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ സർക്കാർ അവിടെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വേണമെങ്കിൽ സർക്കാരിന് പിന്നെ അവിടെ വേണമെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ ഈ നഷ്ടപരിഹാരം സംഭവിച്ചവർക്ക് എന്തെങ്കിലും കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതികളൊക്കെ നടപ്പിലാക്കി അതിന് അവരുടെ ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതും ചെയ്യില്ല. എന്ന് വെച്ചാൽ അന്ന് സമരത്തിനൊക്കെ ഇതായി നിന്നപ്പോൾ കൃഷ്ണൻകുട്ടിയേട്ടൻ പോലും മന്ത്രിയാണ്, ജലവകുപ്പ് മന്ത്രിയായിരുന്നു, ഇപ്പോൾ വൈദ്യുതി മന്ത്രിയാണ്. അദ്ദേഹത്തിന് പോലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലം, അദ്ദേഹം താമസിക്കുന്ന പഞ്ചായത്ത്, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്ത്, ഇതൊക്കെയായിട്ടും അദ്ദേഹത്തിന് പോലും ഇപ്പോൾ ഇതിനെതിരായിട്ടുള്ളൊരു ഇതിലാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ സമരം ഒന്നുമല്ല, ഈ സമരം കൊണ്ടൊന്നും ആവില്ല എന്നുള്ള ആ സമരത്തെ അപഹേളിക്കുന്ന പല നിലപാടുകളും പല രാഷ്ട്രീയ പാർട്ടിക്കാരും കൈക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമരം ഇനി എന്താണ് ഇതിൻ്റെ ഭാവി എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ആശങ്കയുണ്ട്. അതിപ്പോൾ എത്രത്തോളം നല്ല രീതിയിലേക്ക് ഈ സമരം, പിന്നെ ഇപ്പോൾ സമരം എത്ര ശക്തമാക്കിയാലും
ആ രീതിയിലേക്ക് നമ്മൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ ഫലം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. അതിന് നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ, ഇനി എനിക്ക് പറയാനുള്ളത് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അന്ന് നമ്മൾ തെളിവ് കൊടുത്തിട്ടുള്ള ജയകുമാർ കമ്മിറ്റി മുമ്പാകെ തെളിവ് കൊടുത്തിട്ടുള്ള വ്യക്തികൾ, അവർ ഇൻഡിവിജ്വലായിട്ട് കോടതിയെ സമീപിക്കുക, നിയമപരമായിട്ട് നീങ്ങുക. അതിലപ്പുറം വേറെ ആക്ഷൻ കൊണ്ടൊന്നും ഇപ്പോൾ അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. നിയമപരമായിട്ട് നീങ്ങുക. ഓരോ കാര്യത്തിലും അവർ എനിക്ക് ഇത്ര നഷ്ടം സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പറഞ്ഞ് കേസ് ഫയൽ ചെയ്യുക. അതിന് സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇവർ, പിന്നെ അവർക്ക് വേണ്ടി ഇപ്പോൾ അവർക്ക് അക്ഷരവും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളുകളായതുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാകണം. അവരിതുപോലെ കൊടുക്കണം. പക്ഷെ അതിലും ഇപ്പോൾ എന്താ വെച്ചാൽ, അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും രീതികൾ സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തി ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് ഉള്ള സമരങ്ങളാണ് ഇനി വേണ്ടത്. പക്ഷെ അതിനിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സമരം ഒന്നുമല്ല എന്ന് നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാർ അതിൻ്റെ സാധ്യതകളൊക്കെ തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സമരവും ഇപ്പം ആശാസമരം തന്നെ കണ്ടില്ലേ. അതുപോലെ ഇതുപോലത്തെ സമരം ഇതുങ്ങൾ ഇത്ര കാലം പിടിച്ചു നിന്നത് അവിടുത്തെ പ്ലാച്ചിമടയിലെ ആദിവാസികളും പ്രാദേശികവാസികളുമായ ജനങ്ങളുടെ ആ ഒരു ഇതായിട്ടുള്ളൊരു കഠിനമായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഇത് കൊണ്ട് മാത്രമാണ് സമരം ഇത്ര കാലം പിടിച്ചത്. ലോകത്തോട് ഇങ്ങനെ ഒരു സമരം നടന്നതായിട്ട് എനിക്ക് എൻ്റെ ഇതിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നിയമപരമായിട്ട് നിൽക്കുക. പക്ഷേ എന്നാൽ മാത്രമാണ് കൊക്കക്കോള കീഴടങ്ങാൻ സാധ്യതയുള്ളൂ. കൊക്കക്കോള കീഴടങ്ങണമെങ്കിൽ ഇനി കൊക്കക്കോളയ്ക്ക് എപ്പോഴും എന്താ വെച്ചാൽ, ഇവർ എന്ത് സമരം നടത്തിക്കോട്ടെ, പ്രശ്നമില്ല, ഇവർ എന്ത് സമരം വേണമെങ്കിലും നടത്തിക്കോട്ടെ. പക്ഷേ കൊക്കക്കോള പിന്നെ കീഴടങ്ങണമെങ്കിൽ അവർക്ക് നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ ഇടപെടലുകളിൽ മാത്രമാണ് കീഴടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാതാക്കാനാണ് ഇപ്പോഴും കൊക്കക്കോള ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിത് കുറേ കാലമായിട്ട് പറഞ്ഞു വരികയാണ്, എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് പോകുന്ന ആൾക്കാർ ഇപ്പോൾ 10,000, 50,000, 20,000 ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് നല്ലൊരു തുക വേണ്ടി വരും. പക്ഷേ അത് പൊതുസമൂഹം നമ്മളിത് അറിഞ്ഞിട്ട് അവരെ സഹായിച്ചിട്ട് അവർക്ക് കേസ് കൊടുക്കുക. കേസ് കൊടുത്തിട്ട് കുറേ കാലം അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ് കേസ് കൊടുത്തിട്ട് ഇനി അത്ര കാലം നീട്ടി വെക്കണം, കാത്തിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് ഈ തലമുറയ്ക്ക് അല്ലെങ്കിൽ അവർ അടുത്ത തലമുറയ്ക്ക് അത് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഇത് നിയമപരമായി അവിടെ കിട്ടും, കോടതി കിടക്കുമല്ലോ. ഇതിപ്പോൾ നമ്മൾ 25 വർഷം സമരം ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും നേടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സംഭവത്തിലൂടെ മാത്രമാണ് കൊക്കക്കോളയ്ക്കൊരു സമരത്തിന് ഒരു ഇത് ഉണ്ടാവണമെങ്കിൽ അത് ആ നിയമപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവണം. അതിന് ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ധാർമ്മികമായ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ സമരം കൊണ്ട് നമ്മളെല്ലാം ഓരോ ഇന്ത്യക്കാരനും സമരത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം നമ്മൾ സ്വയം സമ്മതിക്കേണ്ടി വരും. അല്ലാതെ വേറെ അതുകൊണ്ട് നമുക്കൊരു നേട്ടവും പ്ലാച്ചിമടക്കാർക്ക് ഉണ്ടായിട്ടില്ല, വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. ചില രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മാത്രം ഇതുകൊണ്ടുള്ള നേട്ടം ഉണ്ടായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും ഈ സമരത്തിന് കൊടുക്കുന്നില്ല. എന്നുവെച്ചാൽ ഒക്കെ മാധ്യമങ്ങളൊക്കെ ഒരു ബഹുരാഷ്ട്ര പോലെയുള്ള ചില മാധ്യമ മുതലാളിമാരുടെയൊക്കെ നിലപാട് വലിയ രീതിയിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇതും ഇനിയെന്നുള്ള ഒരു മുന്നോട്ടുള്ളൊരു പോക്കും വളരെ ആശങ്കയോടുകൂടി മാത്രമാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഈ കൊക്കക്കോള സമരത്തെ ആശങ്കയോടെ നടത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ അതോടുകൂടി അവസാനിപ്പിക്കുക, എന്നിട്ട് ഈ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ അവരെ പ്ലാച്ചിമടക്കാരെ സഹായിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്ലാച്ചിമട സമരത്തിൽ ഈ മാധ്യമത്തോടൊപ്പം നിന്ന് ഈ മാധ്യമങ്ങളൊക്കെ 50 ദിവസവും മോന്തിരിച്ച് നിന്നപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുന്ന കേരളീയം മാസിക ആ സമരത്തിന് വളരെ സഹായകമായിട്ടുണ്ട്. അതിനാൽ പലപ്പോഴും ഞാനും കേരളീയം നമ്മൾ അവിടുത്തെ പ്രവർത്തകരൊക്കെ തമ്മിലുള്ള ആ ഒരു ഒരേ ലെവലിലേക്ക് ചിന്തിക്കുന്നതുകൊണ്ട് അവർ നല്ല രീതിയിൽ ഇതിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് അവരുടെയൊക്കെ ഒരു വലിയ പഠനങ്ങൾ നല്ല മാത്രമല്ല അവർ പല വിദഗ്ധരായിട്ടുള്ള പഠന സംഘത്തിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ടുകൾ പലപ്പോഴും കേരളം പ്രസിദ്ധീകരിക്കുന്നത്. അതൊക്കെ പലതും എനിക്ക് വലിയ ഉപകാരമായിട്ടുണ്ട്. ഈ വാർത്തകൾ ചെയ്യുന്നതിനൊക്കെ കേരളത്തിൽ വന്ന പല പഠനാർഹമായ ലേഖനങ്ങൾ, പല ശാസ്ത്രജ്ഞന്മാരുടെ അഭിമുഖങ്ങളൊക്കെ വലുതായിട്ട് വലിയ ഉപകാരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേരളീയം മാധ്യമമാണ് തുടക്കം മുതലുണ്ടായിരുന്ന ഒരു ചെറിയ ഒരു പത്രം അല്ലെങ്കിലും ഒരു മാസികയുടെ വലിയ ദൗത്യം ഇങ്ങനെയുള്ള ഒരു സാമൂഹിക പ്രവർത്തന മേഖല അല്ലെങ്കിൽ ഇങ്ങനെയൊരു സമരത്തിന് ഏറ്റവും നല്ല ഒരു പിന്തുണ നൽകിയ ഒരു സമൂഹത്തിന് പിന്തുണ നൽകിയ ഒരു മാസിക കൂടിയാണ് കേരളീയ മാസിക. കർഷകരുടെ ഭൂമിയാണ്. അത് വെച്ചാൽ ആദിവാസികൾക്ക് ഭൂമിയില്ല. ഈ ഇപ്പുറത്തെ ആദിവാസികൾ കോളനിയാണ്. അത് 4 സെൻറ്റ് വീതം സർക്കാർ കൊടുത്ത് കുടിയിരുത്തിയ കോളനിയാണ് ഈ പ്ലാച്ചിമടയിലെയും
ഇപ്പുറത്തെ വിജയനഗറിലെയും കോളനികളിൽ രണ്ടും 14 സെൻറ്റ് വീതം പണ്ട് പഞ്ചായത്ത് തന്നെ കൊടുത്ത് കുടിയിരുത്തിയ ആൾക്കാരാണ്. അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുണ്ടായ ചില കർഷകരുടെ ഭൂമിയാണ്. അതിൽ ഒരു ചെറുകിട കർഷകർ വൻകിട കർഷകരുടെ ഉള്ള ഭൂമി അവർ വാങ്ങിയിട്ടുണ്ട്. അതും വാങ്ങിയിട്ടുള്ളത് കൊക്കക്കോളയുടെ പേരിലല്ലെന്നാണ് നമുക്ക് ചില ഇപ്പോഴത്തെ നമ്മൾ വിവരാവകാശ പ്രകാരം എടുത്ത രേഖകളിൽ നോക്കുമ്പോൾ അത് വേറെ ചില കൊക്കക്കോളൻ്റെ ചില പിന്നെ ഇതിൻ്റെ പേരിൽ ബിനാമി പേരുകളിലാണ് ഈ സാധനം ഇപ്പോഴും ഈ ഭൂമി നിൽക്കുന്നത്. ഇപ്പോൾ സർക്കാർ ഇത് കൊടുത്തുകൊണ്ടും സർക്കാർ ഏറ്റെടുത്തുകൊണ്ടും അത് സർക്കാരിന് കിട്ടണമെന്നില്ല. എന്ന് വെച്ചാൽ നിയമപരമായിട്ട് ആ ഭൂമി പൈസ അടയ്ക്കുന്നത് കൊക്കക്കോളയല്ല. ഭൂമിക്ക് നികുതി അടയ്ക്കുമല്ലോ, ഭൂമിക്ക് ഈ കെട്ടിടങ്ങൾക്ക്. അത് കൊക്കക്കോളയുടെ പേരിലല്ല, അത് ഈ കൊക്കക്കോളയുടെ ചില ഏജൻറ്റുമാരുടെ പേരിലാണ്. അതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉള്ള കേരള തലത്തിൽ ഇവരുടെ ഈ ഡിസ്ട്രിബ്യൂട്ടർമാരില്ലേ, അങ്ങനെ ചില ആൾക്കാരുടെ മറ്റേ കൊച്ചിയിലുള്ള ചില ആൾക്കാരുടെ പേരിൽ 1-2 ഫാമിലികളുടെ പേരിലാണ് ഈ സാധനം വാങ്ങിയിട്ടുള്ളത്. ഇപ്പോഴും രേഖകളിലൊക്കെ അതാണ്. അപ്പോൾ അതുകൊണ്ട് കൊക്കക്കോള ഭൂമി എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ലീസ് കൊടുക്കുകയാണ്. കൊക്കക്കോളയ്ക്ക് ഇവർ ലീസിന് ഭൂമി ലീസിന് കൊടുക്കുന്ന പോലെയാണ് ഇപ്പോൾ അതിൻ്റെ കരാറും രേഖകളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ കിട്ടി പറഞ്ഞിട്ടൊന്നും സർക്കാരിന് അവിടെ അത് എത്ര ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ സംഭവം നിയമപ്രശ്നം അങ്ങനെ വരും. എൻ്റെ ഉള്ള രേഖകൾ പ്രകാരം ഇപ്പോൾ ഇവരുടെ പേരിലല്ല. പക്ഷേ ഇപ്പോൾ അവർ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഈ രജിസ്ട്രാർ ഓഫീസിൽ ചില കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ ചില ആൾക്കാരാണ് ഇവർ വരുത്തി തീർത്തുകൊണ്ട് ചില പണികൾ നടത്തിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വില്ലേജ് രേഖകളിലും മറ്റു രേഖകളിലൊക്കെ അവരുടെ പേര് തന്നെയാണ് ഇപ്പോഴും, ബിനാമി പേരിലാണ്. മൈലമ്മ കാണുന്നത് മൈലമ്മ 2002 സമരത്തിൽ മൈലമ്മയും വളയോടി വേണുപോലെയൊക്കെ നേതൃത്വം നടത്തുന്ന ആദ്യത്തെ ദിവസത്തെ സമരത്തിൽ തന്നെ. അത് കഴിഞ്ഞാൽ CK ജാനുവായിരുന്നു ആദ്യത്തെ സമരം ഉദ്ഘാടനം. അന്ന് ഗോത്ര മഹാസഭയുടെ ചെയർപേഴ്സണായിരുന്നല്ലോ ഞാൻ. ഇപ്പോൾ ജാനുവിനെ കൊണ്ടുവന്നിട്ട് അന്ന് ആദിവാസി സംരക്ഷണ സംഘം ഇവിടെ നമ്മുടെ പിന്നെ മാരിയപ്പണ്ണൻ്റെ നേതൃത്വത്തിലുള്ള ആദിവാസി സംരക്ഷണ സംഘമാണ് സമരത്തിന് മുൻകൈ എടുത്തത്. അപ്പോൾ അവർ ഈ അന്ന് ഇവരോടൊപ്പം ഈ സമരത്തിനോടൊപ്പം മൈലമ്മയുണ്ട്. അവർക്ക് തമ്മിലുള്ള ചില വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൂടെ കുറേ കാലം മൈലമ്മ കുറേ കാലം ഒറ്റയ്ക്ക് തന്നെ സമരം നടത്തിയിരുന്നു. കുറേ ആൾക്കാർ അവിടെ പോവാതെ, ഈ സമരപ്പന്തലിൽ പോവാതെ ഇവർ സമരം ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ മാത്രമല്ല, കുറേ കഴിഞ്ഞ് അവർക്ക് അവാർഡ് കിട്ടി. പിന്നെ അവർക്ക് കുറേ കാര്യങ്ങളിൽ കുറേ ലൈറ്റിൽ മുന്നിൽ നിന്നു. പിന്നെ മീഡിയ അട്രാക്ഷൻ വന്നു. പിന്നെ മാതൃഭൂമിയാണ് ഏറ്റവും അവരെ ഫോക്കസ് ചെയ്ത് അവരെക്കുറിച്ചൊരു മാതൃഭൂമി ഒരു പുസ്തകം ഇറക്കി, മൈലമ്മയുടെ ജീവചരിത്രം ഇറക്കി. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ പിന്നിൽ നിന്ന് ചില ആളുകൾക്ക് അതത്ര ശ്രമിക്കുന്നവരേർപ്പാടായി തോന്നിയില്ല. അവർക്ക് അതിനുള്ള പ്രാധാന്യം കിട്ടാത്തത് കൊണ്ട് അവരത് മൈലമ്മയെ പിന്നെ കുറേ കഴിഞ്ഞ് അവസാനം അത് 2 ഗ്രൂപ്പായി മാറി. പിന്നെ അതൊക്കെ അത് വെച്ചിട്ട് പിന്നെ സമരം. പക്ഷേ ഈ സമരം ഇപ്പോൾ നടത്തുന്ന അവരുടെ ഔദ്യോഗിക സമരം തന്നെയാണ്, ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോഴും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൈലമ്മയുടെ മകൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഈ സമരത്തിന് കൂടി ഉണ്ട്. സ്കൂളിൽ ഞാൻ പറഞ്ഞില്ല, വെള്ളത്തിന് വേണ്ടി കുട്ടികൾ കാത്തിരിക്കരുത്. ഇപ്പോൾ അത് ചിലപ്പോൾ ഇവർ ഈ വെള്ളം വരുന്നത് 9 മണിക്ക്, രാവിലെ 9 മണിക്കായിരിക്കും, 8 മണിക്ക് ഇവർക്ക് പണിക്കും പോകണം, ഈ രക്ഷിതാക്കൾക്ക് പണിക്ക് പോകണം. അപ്പോൾ അവരെന്ത് ചെയ്യിച്ചാൽ ഇത്തിരി മുതിർന്ന കുട്ടികളെ ഇത് ഏൽപ്പിക്കും വെള്ളം. അത് വെച്ചാൽ ഇവർ ഇങ്ങനെ റോഡ് സൈഡിൽ കുറേ കുടങ്ങൾ നിരത്തി വെച്ചിട്ട് അവർ പിടിക്കുകയും ചെയ്യുക, അവർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ വന്നുമ്പോൾ ഈ കുട്ടികൾക്ക് ഈ ചിലപ്പോൾ 8:30 വന്നു കഴിഞ്ഞാൽ കുട്ടികൾ വണ്ടിത്തോളം സ്കൂളിൽ ഒക്കെയാണ് പഠിക്കുന്ന കുട്ടികൾ. ഇപ്പോൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന വണ്ടിത്തോളം സ്കൂളായിരുന്നു അന്ന്. വണ്ടിത്തോളം KK ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഈ കുട്ടികൾ പഠിക്കാനുള്ള മറ്റേ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വീട്ടിൽ വെള്ളമൊക്കെ കൊണ്ട് വെച്ച് ഇത് കയറി അവിടെ പോകുമ്പോൾ പിന്നെ സ്കൂളിലെത്തുമ്പോൾ സമയം ചിലപ്പോൾ 10 മണി 11 മണിയൊക്കെ ആകും. അപ്പോൾ ക്ലാസ്സിൽ കയറിയ മാസ്റ്റർമാർ, അതായത് ഈ കുട്ടികൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മുടങ്ങി വരുന്നത് കണ്ടപ്പോൾ ക്ലാസ്സിൽ കയറാനൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ നരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മാഷുണ്ടായിരുന്നു, അവിടെ UP സ്കൂളിലൊരു മാഷായിരുന്നു. അപ്പോൾ അയാൾ ഈ പരിസ്ഥിതിയൊക്കെ ആയിട്ട് താല്പര്യം. അപ്പോൾ ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുടങ്ങി വൈകി എത്തുന്നു എന്നുള്ളത് കൊണ്ട് പുള്ളി അവിടെ ഒരു ക്ലാസ്സുകളിലൊക്കെ ഈ ഇവിടുന്ന് വരുന്ന പിള്ളേരെ കൊണ്ടുപോയി ഇത് നടത്തി, സംസാരം നടത്തിയപ്പോൾ അപ്പോൾ അത് ഇങ്ങനെ വെള്ളം പിടിക്കാനുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ മാഷ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ സംഭവം ഓക്കെ സൗകര്യം. അപ്പോൾ മാഷാണ് ആദ്യമായിട്ട് ഈ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ കുട്ടികൾ പഠനം മുടങ്ങുന്നത്, അതുപോലെ മുടങ്ങുന്ന പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ, കുട്ടികൾ വരാത്തത് കൊണ്ടുള്ള പ്രശ്നം ഇതാണ്. അങ്ങനെ ആ മാഷാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇത് ചെയ്തത്. പക്ഷെ അത് പുള്ളി അത് ഒരു അന്തർമുഖനായതുകൊണ്ട് അത് ആദ്യം പുള്ളി അത് തുറന്ന് പറയാനൊന്നും ഇത് ചെയ്തില്ല.
അത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് മാഷ് അങ്ങനെ ഒരു സംഭവം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതിൽ ചെയ്യുന്നത്. മാഷ് വരുമ്പോൾ 2001, 2002 ആയിരുന്നു ഇത്. 2002 തുടക്കത്തിലും 2001 അവസാനം. ആ സമയത്താണ് ഇത് ഒരു 6-7 മാസം കഴിയുമ്പോഴാണല്ലോ ഈ വെള്ളത്തിൽ പ്രശ്നം വരുന്നത്. അപ്പോഴാണ് ഈ കുട്ടികളുടെ ഇത് വരുന്നത്. അപ്പോൾ മാഷ് അപ്പോഴാണ് അറിയുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു, ഇത് ഇങ്ങനെ ഈ തുടർച്ചയായിട്ട് ഈ വെള്ളം എടുത്തു കഴിയുമ്പോൾ അവിടുത്തെ വെള്ളത്തിന് വലിയ പ്രശ്നം വരും, കൃഷിക്കൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നെ അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ പിന്നെ വീണ്ടും ഒരുപാട് ഇത് ചെയ്തു. പക്ഷേ എനിക്കതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മാധ്യമം ദിനപത്രത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു പിന്തുണ വലിയ തോതിലുണ്ടായിരുന്നു. പിന്നെ അവർക്കൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നല്ലോ, ഈ സോളിഡാരിറ്റി പോലുള്ള അന്ന് അവരൊക്കെ കൂടെ തന്നെ സമരം ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി വളരെ നന്നായി നിന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടപെടലൊക്കെ ആയപ്പോൾ എനിക്ക് നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഈ സമരം വളരെ നല്ല രീതിയിൽ, അത് വെച്ചാൽ ഇവിടുത്തെ അതിൻ്റെ A to Z നമ്മുടെ എല്ലാ ദിവസവും എനിക്ക് രാവിലെ ഞാൻ അവിടെ പോയിരിക്കും. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഓഫീസിൽ പോവുക. അത് അവിടുത്തെ വാർത്തകൾ എപ്പോഴും ഒരു ദിവസം എന്തെങ്കിലും പരിപാടിയില്ലാത്ത ദിവസം ഈ 50 ദിവസവും എന്നും പരിപാടിയായിരുന്നു. ഭയങ്കര പ്രക്ഷോഭ പരിപാടി, പല ആൾക്കാർ പല ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ വന്ന് അങ്ങനെ എന്നുള്ള ഇതിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതാണ് അത് ചെയ്യാൻ. വീരേന്ദ്രകുമാർ ഇടപെട്ടത് കൊണ്ടാണ് മാതൃഭൂമി ഇടപെട്ടത്.